അസ്സലാമു അലൈക്കും. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ലിസാനുൽ ഖുർആനിൻ്റെ ഒന്നാം ഭാഗം ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിൻ്റെ റിവിഷൻ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അതിൻ്റെ പാർട്ട് 2, ഇനി 3-ാം ഭാഗത്തിലേക്ക് നമുക്ക് നോക്കാം. അൽ ബൈത്തു, വീട്. ഇവിടെ നോക്കൂ, നല്ലൊരു മനോഹരമായ വീടിൻ്റെ ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ പ്രധാനപ്പെട്ട ചില പദങ്ങളും അതിനർത്ഥമൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് നോക്കൂ. ഹാദാ ബൈത്തുൻ, ഇത് വീടാകുന്നു. അൽ ബൈത്തു ജമീലുൻ, വീട് ഭംഗിയുള്ളതാണ്. ഫിനാ ഉൽ ബൈത്തി റാഇയുൻ, ഫിനാ എന്ന് പറഞ്ഞാൽ മുറ്റം എന്നാണ് അർത്ഥം. മുറ്റം, വീടിൻ്റെ മുറ്റം. ഫിനാ ഉൽ ബൈത്തി, വീടിൻ്റെ മുറ്റം. റാഇയുൻ, മനോഹരമാണ്, കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. ഹുവ ഹുവ വഹുവ മുംതലിഉൻ ബിൽ അറാസി, വഹുവ അത്, അതായത് വീടിൻ്റെ മുറ്റം. മുംതലിഉൻ, മുംതലിഉൻ എന്ന് പറഞ്ഞാൽ നിറഞ്ഞിരിക്കുന്നു, വീടിൻ്റെ മുറ്റത്ത് നിറയെ ഉണ്ട്. ബിൽ അറാസി, അറാസ് എന്ന് പറഞ്ഞാൽ ചെടികൾ എന്നാണ് അർത്ഥം. വൽ അഷ്ജാരി, അഷ്ജാർ എന്ന് പറഞ്ഞാലോ മരങ്ങളും, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ വീടിൻ്റെ മുറ്റം ചെടികളെ കൊണ്ടും മരങ്ങളെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. ഇന്തൽ ബൈത്തി, വീടിൻ്റെ അടുത്ത്. ഇന്ത എന്ന് പറഞ്ഞാൽ അടുത്ത്. ഇന്തൽ ബൈത്തി, വീടിനടുത്തുണ്ട്. അഷ്ജാറുൻ, മരങ്ങളുണ്ട്. അലൽ അഷ്ജാരി, മരത്തിന്മേൽ എന്തുണ്ട്? സിമാറുൻ, പഴങ്ങളുണ്ട്. കസീറത്തുൻ, ധാരാളം. സിമാർ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ്, പഴങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ മരത്തിന്മേൽ ധാരാളം പഴങ്ങളുണ്ട്. ഇനി അടുത്തത് നോക്കൂ. അൽ മദ്രസത്തു, മദ്രസ. അല്ലേ, ഇവിടെ ഒരു മദ്രസയുടെ ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. നോക്കൂ, മദ്രസയെ കുറിച്ചിട്ടുള്ള ഒരു വിവരണം തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് പദങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ പദങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ വിവരണം തയ്യാറാക്കണം. അപ്പോൾ ഒന്ന് നോക്കിയാലോ. ഹാദിഹി മദ്രസത്തുൻ ജമീലത്തുൻ. ഹാദിഹി, മദ്രസത്തുൻ എന്ന പദത്തിൽ ഹാത്താ വരുന്നുണ്ട്. അവസാനത്തിൽ ഹാത്താ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഹാദ എന്നല്ല ഹാദിഹി എന്നാണ് ഉപയോഗിക്കുക, അല്ലേ? ഹാദിഹി മദ്രസത്തുൻ ജമീലത്തുൻ, ഇത് നല്ല ഭംഗിയുള്ളൊരു മദ്രസയാണ്. അൽ മദ്രസത്തു കബീറത്തുൻ, മദ്രസ വലുതാണ്. ഇനി അടുത്തത് എന്താണ്? അൽ മദ്രസത്തു ഖരീബും മിനൻ നുഹൈർ. നുഹൈർ നമ്മൾ നേരത്തെ പറഞ്ഞു, ചെറിയ പുഴ, തോട്, ഇതിനൊക്കെയാണ് നമ്മൾ നുഹൈർ എന്ന് പറയുന്നത്. അതുകൊണ്ട് മദ്രസ പുഴയുടെ അടുത്താണ്. ഫിഹാ, ഫിഹാ എന്ന് പറഞ്ഞാൽ അവിടെയുണ്ട്. തുല്ലാബുൻ കസീറുൻ, ധാരാളം വിദ്യാർത്ഥികളുണ്ട്. കസീറുൻ എന്ന് പറഞ്ഞാൽ ധാരാളം, തുല്ലാബുൻ വിദ്യാർത്ഥികൾ. അപ്പോൾ മദ്രസയിൽ ധാരാളം വിദ്യാർത്ഥികളുണ്ട്. അമാമൽ മദ്രസത്തി, മദ്രസയുടെ മുമ്പിലുണ്ട്. ബുസ്താനുൻ, ഒരു പൂന്തോട്ടമുണ്ട്. ഫീഹി, അതിലുണ്ട്. അറാസുൻ വ അസ്ഹാറുൻ, അറാസുൻ എന്താ നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു, ചെടികൾ, അല്ലേ? അതുപോലെ തന്നെ അസ്ഹാറുൻ, പൂക്കളുമുണ്ട്. അപ്പോൾ ക്ലിയർ ആയല്ലോ. നമ്മൾ ആ വാക്കുകൾ വെച്ചിട്ട് മദ്രസയെക്കുറിച്ച് ചെറിയൊരു വിവരണം തയ്യാറാക്കി. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതിലുള്ള അർത്ഥങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റായി പഠിച്ചിരിക്കണം. ഓക്കെ. അല്ലാഹു ഗഫൂറുൻ, അല്ലാഹു പൊറുക്കുന്നവനാണ്. അൽ ഖുർആനു കിതാബുൻ അലീമുൻ, ഖുർആൻ മഹത്തായ ഗ്രന്ഥമാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാമി, അറിവ്, ഇൽമ് ഹയാത്തുൽ ഇസ്ലാമി, ഇസ്ലാമിൻ്റെ ജീവനാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. കാരണം അർത്ഥം എഴുതാനും അതുപോലെ തന്നെ ഓർഡറിൽ എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. അൽ ഖുർആനു കിതാബുൻ അലീമുൻ, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാമി, ഇതൊക്കെ ഓർഡർ തെറ്റിച്ചിട്ട് നമ്മളോട് ഓർഡറിൽ എഴുതാൻ പറയാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയോ. യോജിപ്പിക്കാം. അസ്സൗമു ഇബാദത്തുൻ, സൗമ് നോമ്പ്, ഇബാദത്തുൻ ഒരു ആരാധനയാണ്. അസ്സാഅത്തു വാച്ച്, ജദീദത്തുൻ പുതിയതാണ്. സാഅത്തുൻ എന്ന് പറഞ്ഞാൽ വാച്ച്, ജദീദത്തുൻ പുതിയതാണ്. അൽ മത്തോറു, മത്തോറ് മഴ, മഴ. നാസിലുൻ മഴ പെയ്യുന്നതാണ്. ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ സഹായത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ പുതിയ വാചകങ്ങൾ, സെൻറ്റൻസ് നിർമ്മിക്കണം. ഓക്കെ, ഇവിടെ നിർമ്മിച്ച സെൻറ്റൻസുകളൊക്കെ നോക്കൂ. അൽ വലതു ഖാരിഉൻ കിതാബു, അൽ വലതു ഖാരിഉൻ, അൽ കിതാബ, അൽ വലതു ആൺകുട്ടി, ഖാരിഉൻ
വായിക്കുന്നവനാണ് അൽ കിതാബ, അവൻ്റെ പുസ്തകം വായിക്കുന്നവനാണ്. അടുത്തതോ അല്ലാഹു ഗഫൂറുൻ, അള്ളാഹു പൊറുക്കുന്നവനാണ്. നെക്സ്റ്റ് നോക്കൂ, അൽ ഉമ്മു ജാലിസത്തുൻ അലൽ കുർസിയി, ഉമ്മ കസാരയുടെ മേൽ ഇരിക്കുന്നവളാണ്. അടുത്തത് അൽ ബിന്തു കാത്തിബത്തു തദ്രീബ, പെൺകുട്ടി. ബിന്തു പെൺകുട്ടി, കാത്തിബത്തുൻ എഴുതുന്നവളാണ്, അത്തദ്രീബ ദീബാത്ത് ആക്ടിവിറ്റീസ് എഴുതുന്നവളാണ്. അടുത്തത് അൽ ഉസ്താദു ദാഹിബുൻ, ഉസ്താദ് പോകുന്നവനാണ്, ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് പോകുന്നവനാണ്. കണ്ടോ, ഇത്രയും സിമ്പിളാണ് നമ്മുടെ ലിസാനുൽ ഖുർആനിൻ്റെ പാഠങ്ങൾ. പക്ഷേ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്, ശ്രദ്ധിക്കാനുമുണ്ട്. ഓക്കെ, അപ്പം അതെല്ലാം ശ്രദ്ധിച്ച് നന്നായി പഠിക്കുക. നിങ്ങൾ നന്നായി പഠിക്കുക. അള്ളാഹു എല്ലാ മക്കൾക്കും നന്നായി പഠിക്കാനും നന്നായി പരീക്ഷ എഴുതാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.